Hello, welcome to elancetuition. +1 മാരത്തോണിന് മുന്നേയുള്ള ലാസ്റ്റ് PYQ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നാളെ നമുക്ക് നല്ലൊരു ഉഷാറോടെ നമ്മുടെ മോഡൽ എക്സാമിന് തൊട്ട് മുന്നേയുള്ള മാരത്തോൺ ഫുൾ സെറ്റായിട്ട് മിസ് ഇരിക്കുകയാണ്. ഇനി നാളത്തെ മാരത്തോൺ ഒന്നായാൽ മാത്രം മതി. പക്ഷേ അതിന് മുന്നേ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു, ഇനിയും ഉണ്ട് അല്ലേ? കാരണം ഓരോ വർഷവും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മളും വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, സൗണ്ട് എല്ലാം ഓക്കെ ആണോ? വേഗം ചെക്ക് ചെയ്തോളൂ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക. നമ്മുടെ PYQ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്താണ്, നാളെ മാരത്തോൺ ഉണ്ട്, എല്ലാം നമുക്ക് ഉഷാറാക്കണ്ടേ. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ഡു ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്. വേഗം വരാം ലൈവിലേക്ക്, വേഗം വരാം. ഓക്കെ, വന്നോളൂ, വേഗം വന്നോളൂ. ആരൊക്കെയുണ്ട് ലൈവിൽ? സോ ആസ് യു നോ PYQ സെഷനാണ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാം അല്ലേ, ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ. നാളത്തെ മാരത്തോണിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യൂണിറ്റ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ഫ്ലൈറ്റ് മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ മെയിൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളെ അപ്പം ചാപ്റ്ററിൽ മാത്രമല്ല, ലിറ്ററേച്ചർ മാത്രമല്ല, കൂടെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ ക്ലാസ് ആരും മറക്കാതിരിക്കുക. അത് നാളത്തെ ക്ലാസ് മറക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്, വേഗം ലൈവിലേക്കും ഇന്നത്തെ ലൈവിലേക്കും കൂടെ കയറുക. പോരട്ടെ, വേഗം വരട്ടെ. ആരൊക്കെയുണ്ട്? വന്നോളൂ. കുറച്ച് ലേറ്റായി പോയതുകൊണ്ടാണോ എല്ലാവരും പോയത്? എവിടെ നമ്മുടെ സ്ഥിരം ടീംസൊക്കെ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്, വേഗം വാ. സോ എല്ലാവരും എത്രത്തോളം പഠിച്ചു, എന്തൊക്കെയായി, എല്ലാവരും വന്നൊന്ന് കമൻറ്റ് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേ യു ഗൈസ് ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ലൈവ് കമൻറ്റ് സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ നോട്ട്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. സോ മാക്സിമം അഡ്വാൻറ്റേജ് അതിൽ നിന്നൊക്കെ എടുക്കുക കേട്ടോ. ക്ലാസ് മാത്രം കണ്ടിട്ട് പോവുമല്ല, ഈ നോട്ട്സ് വെച്ചിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം വരുന്ന നോട്ട്സ് ആയിരിക്കും. അത് മാക്സിമം അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക. കമ്മ്യൂണിറ്റിയിൽ ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക, നോട്ട്സ് റെഫർ ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും, ഇംഗ്ലീഷിന് മാത്രമല്ല, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മക്കൾക്കും അറിയാം, എല്ലാ സബ്ജക്ട്സിൻ്റെയും നമ്മളല്ലേ, കൊമേഴ്സിൻ്റെ എല്ലാ സബ്ജക്ട്സും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുക. എല്ലാം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കാരണം വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ നമ്മളൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വെക്കേഷൻ അടിച്ച് പൊളിക്കുക അല്ലേ. അതിന് കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കുകയാണെങ്കിൽ ഉഷാറോടെ എല്ലാം ഉഷാറാക്കി മാറ്റാം, ഇൻക്ലൂഡിങ് ദ റിസൾട്ട്. സോ വേഗം എല്ലാവരും വന്നോളൂ. ഓക്കെ, നമുക്കിനി പതുക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അല്ലേ? യെസ്. ആൻഡ് വി ഓൾ നോ ഹൗ ദ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട്സ് എന്നുള്ളത് അറിയാം. കാരണം വെയിറ്റേജ്, കാരണം പിന്നെ വേറൊരു റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടായിരുന്നു, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഉള്ളതും കൂടെ വേണം എന്നുള്ളത്. ഉറപ്പായിട്ടും വരുന്ന ഡേയ്സിൽ എല്ലാം ക്ലിയർ ആക്കി വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാം ഗ്രാമർ പാർട്ടിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലും എന്താണ് ലോങ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മിസ്സായി പോയവർ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഓൾ ദോസ് വീഡിയോസ് ആഫ്റ്റർ ദിസ് ലൈവ് ക്ലാസ് കേട്ടോ. യെസ്. സോ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം, ആദ്യം ഒരു പാരഫ്രേസ് പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സെൻറ്റൻസസ്, ചിലപ്പോൾ പോയം ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഷോർട്ട് സ്റ്റോറി എന്നായിരിക്കും. ദേ വിൽ പ്രൊവൈഡ് യു വിത്ത് 1 or 2 പാരഗ്രാഫ്സ് ആൻഡ് ദേ വിൽ ബി ആസ്കിങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദാറ്റ് പാരഗ്രാഫ്. അപ്പം ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് ഇംഗ്ലീഷാണ്, ലാംഗ്വേജ് ആണ്. നിങ്ങൾ അത് ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. എവിടുന്നെങ്കിലും കേൾക്കുന്ന സമ്മറി മാത്രം വായിച്ചിട്ട് പോയാൽ പോരാ. കാരണം ടെക്സ്റ്റിൻ്റെതായ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ സ്റ്റോറീസ് ആണെങ്കിലും പോയം ആണെങ്കിലും അത് വായിക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യൂ പോയിന്റിൽ പല ഐഡിയാസും കിട്ടും. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് കുറച്ച് യുണീക്ക് ആയിരിക്കും. ഇറ്റ് വിൽ മേക്ക് യുവർ ആൻസേഴ്സ് സോ യുണീക്ക്. കാരണം എവിടെന്നെങ്കിലും ഒരു സമ്മറി ജസ്റ്റ് കേട്ടിട്ട് സ്റ്റോറി അല്ലേ, പോയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവല്ല, അത് വായിക്കുകയും കൂടെ വേണം. എസ്പെഷ്യലി ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ലൈക്ക് 2 marks 4 marks ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അതിന് എന്ത് വേണം, ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അതുകൊണ്ട് അത് ഉറപ്പ് വരുത്തുക, ടെക്സ്റ്റ് വായിക്കണം. എക്സാമിന് മുന്നേ പോകുന്നതിന് മുന്നേ ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് വായിക്കണം. ബാക്കിയുള്ളതെല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ,
Read the following excerpt from the story His First Flight and answer the questions that follow. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish with a loud scream. He fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. ഏതാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലേ, വളരെയധികം മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ തരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ബൈ ലൈം ഓഫ് ലഹർട്ടി. നമ്മൾ സമയമെടുത്ത് പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. സോ ദ ക്വസ്റ്റ്യൻസ് ആർ, ഹൂ ഇസ് ഷീ റെഫർ ടു ഹിയർ? ഇവിടെ ഷീ എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് ആരെയാണ്? ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹി ഫെൽ എന്താണ് ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു ദ സ്പേസ്. ഹിസ് മദർ അല്ലേ, his mother had swooped upwards. So who is she? Seagull's mother. Okay, seagull, it's a beautiful story that mainly deals with the determination of a young seagull to fly. He is so afraid to fly for the first time. അതുകൊണ്ട് തന്നെ his parents really wanted him to fly. പക്ഷേ he is എന്താണ് കുറച്ച് ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് അച്ഛനും അമ്മയും എല്ലാം ചെയ്ത് തരും, ഫാദർ സീഗളും മദർ സീഗളും എല്ലാം ചെയ്ത് തരും. സോ ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ടാണ് ആദ്യമായിട്ട് പറക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറ്റ് ലാസ്റ്റ് ദേ സംഹൗ മെയ്ഡ് ഹിം ഫ്ലൈ. ആ ഒരു കുറച്ച് റൂഡ് ബിഹേവിയർ ആണെന്ന് നമുക്ക് പേരൻസിൻ്റെ ബിഹേവിയർ കാണുമ്പം തോന്നും. ബട്ട് വാട്ട് വാസ് ആക്ച്വലി ഫോർ? അതെന്തിനായിരുന്നു? ഇതൊന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ദോ ഇറ്റ് സീം ലൈക്ക് എ റൂഡ് ബിഹേവിയർ from the part of this parents, ശരിക്കും എന്താണ്, they were really inspiring him to fly. ആ ഒരു കാര്യം ഓർക്കണം. സോ സീഗൾസ് മദറിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ഷീ ആയിട്ട് പറയുന്നത്. ദെൻ വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി? എന്താണ് ഒരിക്കലും പറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിച്ചിരുന്ന സീഗൾ അവസാനം പറന്നു. എന്താണ്? അച്ഛനെയും അമ്മയും നല്ലത് പറയിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ? ബ്രദറിൻ്റെ മുന്നിൽ ആളാകണം എന്നുള്ളത് കൊണ്ടാണോ? എല്ലാവരും എന്നെ കളിയാക്കി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പൊങ്ങി നിൽക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണോ? അല്ല. പകരം എന്താണ്? വിശപ്പ് അല്ലേ? പേരൻസും ബ്രദറും ഫാമിലി ഫുൾ വേറെ ഒരു റോക്കിൽ ചെന്ന് നിൽക്കുന്നു. ഇത് ഒറ്റയ്ക്കായി പോകുന്നു. ഫുഡ് കിട്ടിയിട്ടും അതിന് പറക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണ്? ഹങ്കർ, വിശപ്പാണ് അവസാനം. വിശപ്പിൻ്റെ മുകളിൽ ഒന്നും നടക്കില്ലല്ലോ, നമ്മുടെ എല്ലാ കൺട്രോളും അവിടെ പോവല്ലോ അല്ലേ, സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി പോയാൽ. സോ ആ ഒരു ഹങ്കർ, വിശപ്പാണ് എന്ത്, വിച്ച് ആക്ച്വലി മേഡ് സീഗൾസ് ഫൈനലി ഫ്ലൈ. ഓർത്തോണം. ദെൻ റൈറ്റ് എ പാരഗ്രാഫ്. കൃതിക്, ഹലോ കൃതിക്, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മളിവിടെ നാളെ മാരത്തോണിന് മുന്നേ ഉള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക, വേഗം ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്, കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ. ദെൻ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ റോൾ ഓഫ് പേരൻസ് ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ടു അറ്റൈൻ ദിയർ ഗോൾസ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എന്താണ്? വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് അല്ലേ, ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ആ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് റൂഡ് ബിഹേവിയർ കാണിച്ചിട്ടാണ് മദർ സീഗൾ നമ്മുടെ യങ് സീഗളിനെ പറത്തിയെടുക്കുന്നത്. സോ റോൾ ഓഫ് പേരൻസ് ഇൻ നർച്ചറിങ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ദ റെസ്പോൺസിബിലിറ്റീസ് ഓർ ഹൗ ടു ദേ ഇൻസ്പയർ യങ്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഓൾറെഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? പോയിന്റ്സ് നോക്കിക്കേ. പേരൻസ് എൻകറേജ് ആൻഡ് സപ്പോർട്ട് ദിയർ ചിൽഡ്രൻ ഓഫറിംഗ് ഹെൽപ്പ് വെൻ നീഡഡ്. ആണല്ലോ നമ്മുടെ ഈ ഒരു സീഗളിൻ്റെ സ്റ്റോറി തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സീഗൾ വിശന്നിരിക്കുകയാണെന്ന് കാണുമ്പോൾ ആ ഫിഷ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ദേ ആർ ആക്ച്വലി സപ്പോർട്ടിങ് ഹിം. ദോ ഇറ്റ് സീംസ് ലൈക്ക് എ റൂഡ് ബിഹേവിയർ ഫ്രം ദി സൈഡ് ഓഫ് ദിസ് മദർ, വാട്ട് ആക്ച്വലി ഷീ ഈസ് റിയലി എൻകറേജിങ് ഹിസ് കിഡ് അല്ലേ. ആ ഒരു യങ് സീഗളിനെ പറത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രവും 18 അടവും പയറ്റ് നോക്കുന്ന ഒരു അമ്മയാണ് കാണാനായിട്ട് സാധിക്കുക. സോ പേരൻസ് എൻകറേജ് ദെയർ ചിൽഡ്രൻ. ദേ സെറ്റ് എക്സാമ്പിൾസ് ബൈ വർക്കിംഗ് ഹാർഡ് ദംസെൽസ്, ഷോയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർസിവറൻസ്. വാട്ട് യു മീൻ ബൈ പെർസിവറൻസ്? സ്ഥിരമായിട്ട് ഒരു സ്ഥിരോത്സാഹത്തോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യും, അവർക്കൊരു റോൾ മോഡലായിട്ട് തന്നെ സെറ്റ് ചെയ്യും. ദറ്റ് പേരൻസ് ടീച്ച് വാല്യുബിൾ ലെസൺസ് അബൌട്ട് നോട്ട് ഗിവിംഗ് അപ്പ്, ബീയിങ് ബ്രേവ് ആൻഡ് സ്റ്റേയിങ് പോസിറ്റീവ്. നമ്മുടെ യങ് സീഗളിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഈ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അബൌട്ട് നോട്ട് ഗിവിംഗ് അപ്പ് അല്ലേ, തളർന്നു പോകരുത്. പറക്കാനായിട്ട് ഫിഷിനെ കാണിക്കുമ്പോഴത്തേക്ക് പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് പറക്കാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നെയും ഇങ്ങനെ പൊക്കുകയാണ്. കാരണം അവൻ ഇനിയും ഉയരങ്ങളിലേക്ക് വരണം. സോ നോട്ട് ഗിവിംഗ് അപ്പ് എന്നുള്ള ഒരു ലെസൺ എല്ലാ പേരൻസും അവരുടെ കുട്ടികൾക്ക് കൊടുക്കും. ബീയിങ് ബ്രേവ്, തളർന്നു പോകരുത്, ആൻഡ് സ്റ്റേയിങ് പോസിറ്റീവ്. ദെൻ ദേ പ്രൊവൈഡ്
emotional support, listening and comforting their children during tough times. We all know that. And by creating a positive and nurturing environment, parents empower their kids to dream big and work towards their aspirations. So ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് യങ് സീകളുടെ കാര്യത്തിൽ മദർ സീകൾ ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ യു ഹാവ് ലേൺഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് യങ് സീകൾ, യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ് സിമിലർ എക്സ്പീരിയൻസസ് ഇൻ യുവർ ലൈഫ് ഫ്രം ദി പാർട്ട് ഓഫ് യുവർ പാരൻസ്. സോ ലിസ്റ്റ് ഫ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ജനറൽ ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് റോൾ ഓഫ് പാരൻസ് ഇൻ ബിൽഡിംഗ് അപ്പ് ദ ലൈഫ് ഓഫ് ദർ ചിൽഡ്രൻ എന്നുള്ളൊരു രീതിയിൽ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പല രീതിയിലും ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ, യെസ്. Then read the following notice. Certain words are left blank. Complete the notice by supplying the correct form of the verbs given in the brackets. So next possible question എന്ന് പറയുന്നത് 4 marks 2 marks ക്വസ്റ്റ്യനിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നിട്ടുള്ള എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് വീഡിയോ മിസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുക. എങ്ങനെയായിരിക്കും എഡിറ്റിങ്ങിൽ മെയിൻലി നിങ്ങൾ ഓർത്തിരിക്കേണ്ട 4 to 5 എറേഴ്സ് എങ്ങനെയായിരിക്കും തരുന്നതെന്നുള്ള രീതിയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതും നിങ്ങൾ കാണണം. സോ ഇവിടെ ഒരു നോട്ടീസാണ്. All students of +2, ഇവിടെ verb format എന്താണ് ആസ്ക് എന്നാണ് തന്നിരിക്കുന്നത്. ബട്ട് ടു റിട്ടേൺ ദ ലൈബ്രറി ബുക്സ് ഓൺ ഓർ ബിഫോർ 28 February. സോ ഓൾ സ്റ്റുഡൻസ് ഓഫ് +2 ആർ ആസ്ക്ഡ് ടു റിട്ടേൺ ദ ലൈബ്രറി ബുക്സ്. ഓക്കെ, ഓൺ ഓർ ബിഫോർ 28 ഫെബ്രുവരിക്ക് ഫെബ്രുവരിയിലോ അതിന് മുന്നേ ആയിട്ടോ ബുക്ക് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ റിട്ടേൺ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദേ ആർ ആസ്ക്ഡ്. ദോസ് ഹു ഫെയിൽ ടു റിട്ടേൺ ബുക്സ് ഡാഷ് അഡ്മിറ്റ് കാർഡ്സ് ഫോർ ദ ഫൈനൽ എക്സാമിനേഷൻ. ഇവിടെ verb ഫോമാറ്റ് എന്ന് പറയുന്നത് നോട്ട് ഗിവ് ആണ്, തരുന്നതായിരിക്കില്ല. അങ്ങനെ ചെയ്യാൻ ലൈബ്രറി ബുക്സ് റിട്ടേൺ ചെയ്യാത്തവർക്ക് ഹോൾ ടിക്കറ്റ് തരുന്നതായിരിക്കില്ല. സോ വിൽ നോട്ട് ബി ഗിവൻ. നോട്ട് ഗിവ് എന്ന് പറഞ്ഞാൽ തരില്ല എന്നുള്ളത്, പക്ഷേ തരുന്നതായിരിക്കില്ല, വിൽ നോട്ട് ബി ഗിവൻ. വേർബിൻ്റെ ഫോമാറ്റ് നോക്കിയിട്ടും നിങ്ങൾക്ക് പ്രസൻറ്റ് പാസ്റ്റ് ആക്കി ഉള്ള പാസ്റ്റ് ടെൻസിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് വരാം. അതേപോലെ വേർബ് ഫോമാറ്റ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ വരാം. ഇതൊന്നുമല്ലാതെ ജനറൽ ആയിട്ട് ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ലൈക്ക് കോമ, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ആ ഒരു രീതിയിൽ 4 to 5 രീതിയിൽ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ആർ ആസ്ഡ് ആണ്. All students of +2 are asked, and so here will not be given. എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ഒന്നെങ്കിൽ ടെൻസിനെ വെച്ചിട്ട് അതാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വേർബ് ഫോർമേഷൻ കറക്റ്റ് ആക്കാനായിട്ട് ചോദിക്കും. അല്ലാതെ ജനറൽ ആയിട്ടും എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിരിക്കും. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിപ്പോർട്ട് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പല രീതിയിൽ ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള, എടുത്തു പറയട്ടെ, ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല 2016 സ്റ്റാർട്ടിങ് ഫ്രം 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് എന്താണ് റെഗുലറായിട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ABCD ഹയർ സെക്കൻഡറി സ്കൂൾ ഡാഷ് ഗാന്ധി ജയന്തി ഓൺ 2nd October 2040. സി ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഇറ്റ്സ് റിപ്പോർട്ട് അബൌട്ട് സംതിങ് ഓർ സർട്ടൻ ഈവൻറ്റ് ദാറ്റ് ഹാഡ് ഓൾറെഡി ഹാപ്പൻഡ്. ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ റിപ്പോർട്ട് ആകുമ്പോൾ അത് ഏത് ടെൻസിലായിരിക്കും? പാസ്റ്റ് ടെൻസിലായിരിക്കും. പ്രസൻറ്റിൽ നമുക്കത് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. നടക്കുന്നു, ആ രീതി പറ്റില്ല. നടക്കും പറ്റുമോ? ഇല്ല. പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. കാരണം എന്താണ്? ഓൾറെഡി നടന്ന കാര്യത്തിൻ്റെ റിപ്പോർട്ടാണ് വരുന്നത്. സോ ABCD ഹയർ സെക്കൻഡറി സ്കൂൾ സെലിബ്രേറ്റഡ് ഗാന്ധി ജയന്തി ഓൺ 2nd October 2040. ദ സ്കൂൾ പ്രിൻസിപ്പൽ ഡാഷ് ദ ഗ്യാതറിംഗ്. അപ്പം ABCD സ്കൂൾ ഗാന്ധി ജയന്തി ആഘോഷിച്ചു, സെലിബ്രേറ്റഡ്. സ്കൂൾ പ്രസിഡന്റ് എന്ത് ചെയ്തു? സ്കൂൾ പ്രിൻസിപ്പൽ ഗ്യാതറിംഗിനെ, അതായത് അവിടെ കൂടിയിരിക്കുന്നവരെ വെൽക്കം ചെയ്തു. സോ ദ ടെൻസ് ഇസ് വെൽക്കംഡ്. ഓക്കെ. ദ മീറ്റിംഗ് ഡാഷ് ഓവർ ബൈ ദ PTA president and the local freedom fighter അപ്പു ആശാൻ ഡാഷ് ദ ഫംഗ്ഷൻ. ഇവിടെ വേർബ് ഫോമാറ്റ് എന്താണ്? പ്രിസൈഡ്, അധ്യക്ഷം വഹിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. സോ ഇവിടെ ദ മീറ്റിംഗ് ഓവർ ബൈ പറയുമ്പോഴത്തേക്കാണ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ. ഇവിടെ ആൻസേഴ്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദ മീറ്റിംഗ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ PTA president ആൻഡ് ദ ലോക്കൽ ഫ്രീഡം ഫൈറ്റർ അപ്പു ആശാൻ ഇനോഗ്രേറ്റ് ചെയ്തു ഇനോഗ്രേറ്റഡ് ദ ഫംഗ്ഷൻ. ഓക്കെ. വേർബ് ഫോമാറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം സെൻറ്റൻസ് വായിക്കുക, ഏത് രീതിയിലാണ് മീനിങ് വരുന്നത്, ഏത് ടെൻസിലാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഏത് ടെൻസിൽ വേണം നിങ്ങളുടെ വേർബിനെ മാറ്റാൻ എന്നുള്ളത് ആലോചിക്കാൻ. ഇവിടെ വിൽ സെലിബ്രേറ്റ് പറയോ? ഇല്ല. ABCD ഹയർ സെക്കൻഡറി സ്കൂൾ സെലിബ്രേറ്റ്
celebrated Gandhi Jayanti on 2nd October. Then the school principal inaugurated or welcomed the function. ആ ഒരു രീതിയിൽ. സോ മീനിങ് വരുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് കോമൺ ലോജിക്കോട് കൂടി ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗൈൻ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദ പാസേജ് ഗിവൻ ബിലോ കണ്ടെയ്ൻസ് എ ഫ്യൂ എറേഴ്സ്, എഡിറ്റ് ദ പാസേജ്. ഇവിടെ Manipur is a land of several possibility, especially for adventurous activities. Manipur എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ലാൻഡ് ഓഫ് സെവറൽ പോസിബിലിറ്റി, എസ്പെഷ്യലി ഫോർ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് പറ്റിയ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് മണിപ്പൂർ എന്നാണ് പറയുന്നത്. ഇവിടെ സെവറൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട്, അല്ലേ? ഒരുപാട് പ്ലൂറലാണ് പറയുന്നത്. ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോസിബിലിറ്റി അല്ല, പോസിബിലിറ്റീസ് ആണ് വരിക. എന്താണ്? പ്ലൂറൽ ഫോം ആണ് വരിക. പോസിബിലിറ്റീസ് എസ്പെഷ്യലി ഫോർ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. ദ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കേവിംഗ്, റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ്, റോക്ക് ക്ലൈംബിംഗ് ആൻഡ് വിൻഡ് സർഫിംഗ്. ഇവിടെ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ എന്ന് പറയുമ്പം ടോപ്പോഗ്രഫി സിംഗുലർ യൂസേജ് ആണ്. സിംഗുലർ യൂസേജ് വരുമ്പോൾ എന്ത് വേണം? എസ് വേണം. ഇവിടെ തന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ആമിന ഇബ്രാഹിം, ഹലോ ആമിന. കുറച്ച് ലേറ്റായി പോയോ ക്ലാസ് എൻജോയ് ചെയ്യാനായിട്ട്? സോ ആമിനയോട് പറയട്ടെ, നാളെ നമ്മുടെ എന്തുണ്ട്? മാരത്തൺ ഉണ്ട്. അതിന് മുന്നേ ഉള്ള ലാസ്റ്റ് ടൈം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ക്ലാസ്സിൽ ഓൾറെഡി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, സോ ദ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ എന്ന് പറയുമ്പോൾ ടോപ്പോഗ്രഫീസ് എന്നുള്ള പ്ലൂറലിട്ട് പറയുന്നില്ല. ടോപ്പോഗ്രഫി സിംഗുലർ യൂസേജ് ആണ്. സോ ഇറ്റ് ഓഫേഴ്സ്, ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ ഓഫേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കേവിംഗ്, റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ്. റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ് എന്നൊരു വേർഡ് ഉണ്ടോ? റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്ത് വേണം? കോമ വേണം, അല്ലേ? അപ്പം ടെൻസസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ വേർബ് ഫോമാറ്റിൻ്റെ രീതിയിൽ മാത്രമല്ല എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരിക. ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ, കോമയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ എഡിറ്റിംഗ് പാസേജസിൽ ശ്രദ്ധിക്കണം. Then rock climbing and windsurfing. Shirring Hills is one of the most famous treks in Manipur, and nature lovers throng the roads leading in the range during the Shirring Lily festival. So Shirring Hills is one of the most famous treks. ഇവിടെ ഈ ഒരു യൂസേജ് കണ്ടോ? എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് വൺ ഓഫ് ദ പറയുകയാണെങ്കിൽ സിംഗുലർ യൂസേജ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് വൺ ഓഫ് മൈ സ്കൂൾ ഫ്രണ്ട്, വൺ ഓഫ് മൈ ബ്യൂട്ടിഫുൾ എന്താണ്, അല്ലെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്, അങ്ങനെ വൺ ഓഫ് ദ വെച്ച് ചേർക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ അതിന് ശേഷം വരുന്നത് പ്ലൂറൽ ഫോമിലായിരിക്കും. ഇവിടെ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ട്രക്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് ഫേമസ് ട്രക്സ് ഉള്ള സ്ഥലത്ത് ഒരെണ്ണം. സോ ഫേമസ് ട്രക്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതിൽ ഒരെണ്ണം എന്ന് നിങ്ങൾ പറയുന്നു എന്ന് കരുതിയിട്ട് സിംഗുലർ ആക്കരുത്. ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതേപോലെ ABC സ്കൂൾ ഈസ് വൺ ഓഫ് ദി ഫേമസ് സ്കൂൾസ്. ഓക്കെ, വൺ ഓഫ് ദി ഫേമസ് സ്കൂൾ ഇൻ ദ സിറ്റി അല്ല, വൺ ഓഫ് ദി ഫേമസ് സ്കൂൾസ് ഇൻ ദ സിറ്റി. സോ ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളും ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മാം, I had ഒരു കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ. മാം, I had 60 marks. You got 60 marks in English. Will I get A+? നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ആക്കാം. നമുക്ക് 75 എബോവ് ആക്കാം. ഓക്കെ, യെസ്. ദെൻ ഇൻ മണിപ്പൂർ ആൻഡ് നേച്ചർ ലവേഴ്സ്. ഇവിടെ നേച്ചർ ലവേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇത് വേണം കേട്ടോ. ത്രോങ് ദ റോഡ്സ് ലീഡിങ് ഇൻ ദ റേഞ്ച്. ലീഡിങ് ടു ദ ആണ് റേഞ്ച്. ഷിർവി ലില്ലി ഫെസ്റ്റിവലിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ലീഡിങ് ഇൻ അല്ല പ്രപ്പോസിഷൻ വരിക, ടു ആണ് വരിക. സോ ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ഈ നോട്ട്സ് എല്ലാം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആഫ്റ്റർ ദിസ് ക്ലാസ്. സോ പോസിബിലിറ്റി അല്ല, സെവറൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലൂറൽ ഫോം വേണം, സെവറൽ പോസിബിലിറ്റീസ് ആകും. അതേപോലെ ടോപ്പോഗ്രാഫി ഓഫ് മണിപ്പൂർ എന്ന് പറയുമ്പോൾ സിംഗുലർ യൂസേജ് ആയതുകൊണ്ട് ഓഫർ അല്ല, ഓഫേഴ്സ് ആണ്. ദെൻ റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങിയിട്ടുള്ള ഫുൾ സ്റ്റോപ്പ്, കോമ തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ വേണം എഡിറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The passage given below is an extract from a motivational speech. Fill in the blanks using appropriate forms of the words given in the bracket. So, everybody is unique. If you dash confident enough to break the shackles of uncertainty, you will be successful. Okay, ഇവിടെ
സാധാരണ യൂഷ്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നതാണ്. വേർഡ്സിൻ്റെ ഫോമാറ്റ് കറക്റ്റ് ആക്കാനാണെങ്കിൽ ബി എന്നുള്ളത് ബ്രാക്കറ്റിൽ തന്നിരിക്കും. വാട്ട് ഈസ് ദിസ് ബി? എന്താണ് ബി? നിങ്ങൾക്കറിയാവോ? എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വേർബാണ് അല്ലേ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ പല യൂസേജസ് വരും. അതായത് ബി എന്ന് പറയുമ്പം അതിൻ്റെ കറക്റ്റ് ഫോം ഓഫ് ബി യൂസ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ യെസ്, ആം, ആർ, വാസ്, വെയർ, ബീൻ, ബീങ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ഓക്കെ, ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ബി ഫോമാറ്റ് ആണ് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളതെങ്കിൽ യെസ്, ആം, ആർ, വാസ്, വെയർ, ബീൻ, ബീങ്. ഇതിലേതാണ് ചേരുക എന്നുള്ളത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ബിയോ? സോ ബി കോൺഫിഡൻറ്റ് ഇനഫ്. ആ ഒരു രീതിയിൽ ഇനി മുതൽ കൺഫ്യൂസ് നിങ്ങളാകുമോ? ഇല്ല. ബി ഫോമാറ്റ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളും ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ബി എന്ന് പറയുന്നത് ഇറഗുലർ ഫോമാണ്. അതിൻ്റെ പോസിബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഇതാണ്. സോ എവറിബഡി ഈസ് യുണീക്ക്. ഇഫ് you ആണെങ്കിൽ എന്താണ്? if you are confident, okay, enough to break the shackles of uncertainty, you will be successful. Don't brood over your past failures. If you failed in the past, അല്ലേ, you would learn lessons from it. If you had passed in all your attempts very easily, you would have been satisfied with those success and sat simply with those എന്നാണ് പറയുന്നത്. ഇവിടെ വുഡും വുഡ് ഹാവിൻ്റെയും യൂസേജിനെ കുറിച്ചും ക്ലാസ് തന്നിട്ടുണ്ട്. വുഡ് ആയതുകൊണ്ടാണ് എന്താണ്? ഇഫ് യു ഫെയിൽഡ് ആയതുകൊണ്ട് വുഡ് ലേൺ ലെസൺസ് വന്നതുകൊണ്ട് ഫെയിൽഡ് എന്നുള്ള സിമ്പിൾ വന്നു. വുഡ് ഹാവ് ആയതുകൊണ്ടാണ് ഹാഡ് പാസ്ഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. ഓൾറെഡി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൽ കൂടുതൽ ടൈം കളയുന്നില്ല, നമുക്ക് വേഗം പോവാട്ടോ. യെസ്. Then അടുത്ത edit the following passage നോക്കിക്കേ. The price of flowers are a story wrote by Prabhat Kumar Mukhopadhyay. It speaks about the selfless love of a 14-year girl toward her family. The title indicates that though she sacrifices only a shilling, it have a far greater worth. The price of flowers cannot be measured എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് എറേഴ്സ് ഉണ്ട്. You have to find it out. That the price of flowers എന്ന് പറയുന്നത് is the name of a single chapter, therefore is a story. Okay, ആർ ദ ഫ്ലവേഴ്സ് എന്ന് കാണുമ്പോഴത്തേക്ക് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ആർ എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഇറ്റ്സ് ദ നെയിം ഓഫ് എ സ്റ്റോറി, സിംഗിൾ സ്റ്റോറിയാണ്. സോ ഇസ് എ സ്റ്റോറി റോഡ് ബൈ അല്ല, ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ. ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുള്ളത് കാണാമല്ലോ അല്ലേ. ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ് ആൻഡ് ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സെൽഫ്ലെസ് ലവ് ഓഫ് എ 14-year-old girl towards her family. The title indicates that though she sacrifices only a shilling, it have a far greater worth. ഇവിടെ it have അല്ല, if it's it has ആണ്. I, you, we, they plus plural nouns haveum, he, she, it plus singular nouns ഏതാണ്? hasുമാണ്. So it has a far greater worth. The price of flowers cannot be, it cannot be പറയുമ്പോൾ എന്താണ്? measured. ed ഫോം ചേർക്കണം. measure അല്ല, measured ആണ്. So ഈ ഒരു രീതിയിൽ ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്ററിലെ അറിയാവുന്ന ആൾക്കാരെ, ഓഥേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം തരാൻ ചാൻസ് ഉണ്ട്. അതുമല്ലെങ്കിൽ അറിയാത്തവരെക്കുറിച്ച് തരാനും ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും പേടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് എഴുതാനുള്ള എല്ലാ പോയിന്റ്സും ആ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഇവിടെ എന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണ്. റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ. ആൽബർട്ട് ഐൻസ്റ്റീൻ ടൈം പറയുന്നുണ്ട്. ദെൻ ഹി വാസ് ബോൺ ഇൻ ജർമ്മനി. ദെൻ ഫ്രം ചൈൽഡ്ഹുഡ് റിവീൽഡ് ആൻ എക്സ്ട്രോർഡിനറി ക്യൂരിയോസിറ്റി ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ മിസ്റ്ററീസ് ഓഫ് സയൻസ്. took music lessons playing both the violin and piano. In 1905 published his most influential research papers including the special theory of relativity. In 1921 awarded the Nobel Prize in Physics. Practical application of Einstein's theories now include the development of the television. മാം ഗ്രാമർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതിനു മുന്നേ ഒരുപാട് PYQ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൂടുതലും ലിറ്ററേച്ചർ ലൈക്ക് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇവിടെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രാമർ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളത്തേതിൽ ഗ്രാമർ ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ലിറ്ററേച്ചർ ചാപ്റ്റർ വൈസ് സമ്മറി എല്ലാം ഉണ്ടാകും. ഇത് ഗ്രാമറിൽ ഇന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് ദ ലിറ്ററേച്ചർ ആസ്പെക്ട് called the special theory of relativity. Because of his smart ideas, he won a big prize called the Nobel Prize in Physics in 1921. Today, we use his ideas
as in loads of things we use every day like TVs and remote controls. ഇവിടെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്ന കുറച്ച് പോയിന്റ്സിനെ ഇലോബറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് യു നോ സം അഡീഷണൽ പോയിന്റ്സ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ അതും എഴുതാം. ഓക്കെ, ബട്ട് only condition is that it should be true. അത് ശരിയായിരിക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതരുത്. if you are 100% sure about that particular thing, then you should write it. ഓക്കെ, എത്രയും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ക്രിയേറ്റീവ് ആക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ പ്രൊഫൈൽ ആക്കുക. ആൻഡ് വലുതായിട്ട് അറിയാത്ത ആളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി സമയം കളയേണ്ട. തന്നിരിക്കുന്ന പോയിന്റ്സിനെ നല്ല രീതിയിൽ നല്ല ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫ്ലറിഷ് ചെയ്ത് എലോബറേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, യെസ്, പ്രൊഫൈൽ റൈറ്റിംഗ് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ലോങ് വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? മിന കണ്ടിരുന്നോ? അതേപോലെ കൃതിക്കൊക്കെ വന്നിട്ട് പോയോ? അതിലൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങളാണുള്ളത്. ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദെയർ? വെയിട്രസ്, നോ സർ, ഐ ഡു നോട്ട് നോ ഹർ. ടു സ്പീക്ക് ഓഫ്, ഐ ഹാവ് നോട്ടീസ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേസ്. ദെൻ ഗുപ്ത സീസ്, ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? ആൻഡ് വെയിട്രസ് റിപ്ലൈസ് ദാറ്റ് ഐ നെവർ സീ ഹർ ഓൺ അതർ ഡേയ്സ് എന്നാണ് പറയുന്നത്. സോ ഇതിനെ നമ്മളൊരു റിപ്പോർട്ടഡ് സ്പീച്ചാക്കി. മാം ഹിന്ദി ക്ലാസ് ഉണ്ടാകുമോ? ഹിന്ദി ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ Ma'am, where are economic class in +2 channel? +2 channel economic class എവിടെയാണെന്നോ? വരും. Okay. Then Gupta ചോദിക്കുന്നുണ്ട്, do you know the girl who was sitting over there? So you need to report this particular question. So Gupta answer എങ്ങനെയാ വരുന്നത്? Gupta asked the waitress if she knew the girl who had been sitting over there. Gupta ആരുടെ അടുത്താണ് ചോദിക്കുന്നത്? waitressന്റെ അടുത്താണ്. So Gupta asked the waitress. ആഡിങ് ക്ലോസ് അല്ലെ, റിപ്പോർട്ടിംഗ് ക്ലോസ് ആഡ് ചെയ്യണം. അത് ദാറ്റ് ആകാം, ഇഫ് ആകാം, വെദർ ആകാം, അങ്ങനെ പല രീതിയിലാകാം. ഇവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വെദർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇഫ് ആഡ് ചെയ്യാം. സോ ഗുപ്ത ആസ്ക്ഡ് ദ വെയിട്രസ് ഇഫ്, ഡു യു എന്നുള്ളത് എന്താണ്? യു എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, വെയിട്രസ് ആണ്. സോ ഇഫ് ഷീ നോ ദ ഗേൾ എന്നുള്ളത് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. നോ എന്നുള്ളത് പ്രസൻറ്റ് ആണ്, അത് പാസ്റ്റ് ആക്കുക. സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ആക്കുക. ഇഫ് ഷീ ന്യൂ ദ ഗേൾ who was sitting over there, അത് പാസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് പാസ്റ്റ് ഇതാക്കും അല്ലേ. then who had been sitting over there. then the waitress replied that she did not know her, but she had noticed that the girl had lunch there on Saturdays. Gupta then inquired, അല്ലെങ്കിൽ Gupta then asked if the girl came there on any other day. The waitress told him that she never saw her on other days. ഇവിടെ Gupta asked if or whether the girl, whether she knew the girl who had been sitting over there. Then waitress says that no sir, I didn't ഒക്കെ ഉള്ളത് എന്തായി മാറും? she did not know her but she had noticed ആയി മാറും. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, റിപ്പോർട്ടിംഗ് ക്ലോസ് ആഡ് ചെയ്യുക. ദാറ്റ്, വെദർ, ഇഫ്, ആസ്ക്ഡ്, എൻക്വയർ തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടിംഗ് ക്ലോസ് ആഡ് ചെയ്യുക. ദെൻ ഷിഫ്റ്റ് ചെയ്യുക, ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. പ്രസൻറ്റ് ആണെങ്കിൽ പാസ്റ്റ് ആക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് ആക്കുന്ന രീതിയിൽ ഇത് ഷിഫ്റ്റ്, ബാക്ക് ഷിഫ്റ്റ് ഇത് വരിക. ദെൻ ഐ, യു, വി ഉള്ളത് എന്താണ്? മെയിലാണോ ഫീമെയിൽ ആണോ ആ ഒരു രീതിയിൽ വേണം മാറ്റാൻ. ഓക്കെ, യു എന്നുള്ളത് ഹി ഓ ഷീ ആ ഒരു രീതിയിൽ മാറ്റാം. ഇതുപോലുള്ള കുറച്ച് ചേഞ്ചസ് മാത്രം നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചും ഈസി ആയിരിക്കും. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് യു ഹാവ് റെഡ് ആൻ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ എ ലോക്കൽ ന്യൂസ് പേപ്പർ ടൈറ്റിൽഡ് റീഡിംഗ് എംപവേഴ്സ് ദ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ്. In response to this article, draft a letter to the editor of the newspaper expressing your views on the topic. So you are writing a letter to the editor of the newspaper, which means that it's a formal letter. Informal letter, formal letter ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ the most important aspect of formal letter is its what? format എന്ന് പറയുന്നത്. So format എന്താണ്? from address, date, to address, subject, sir. The most important aspect എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഫോർമാറ്റിൽ തന്നെ സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇവിടെ റീഡിംഗ് എംപവേഴ്സ് ദ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു രീതിയിൽ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്ജക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഫ്രം ഡേ ടു സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം യു ഹാവ് ടു അഡ്രസ് ദ പേഴ്സൺ ഹൂം യു ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു. ആൻഡ് കാര്യം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ആയിട്ട് നിങ്ങളുടെ ലെറ്ററിനെ ഡിവൈഡ് ചെയ്യുക. ആൻഡ് വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് റൈറ്റിംഗ് ടു ഷെയർ മൈ തോട്ട്സ് അബൌട്ട് ദ ആർട്ടിക്കിൾ റീഡിംഗ് എംപവേഴ്സ് ദ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ് പബ്ലിഷ്ഡ് ഇൻ യോർ ന്യൂസ് പേപ്പർ.
As a student, I want to express how much I agree with the idea that reading is super important for learning English. Reading is like a magic key that helps us understand English better. When we read books, stories, or even articles, we learn new words and understanding how sentences are put together. It's like building blocks for our language skills. I believe that when we read regularly, it's like exercising our brains. We get better at understanding English grammar, spelling, and how to express ourselves clearly. With a grammar spelling കണ്ടോ ഇവിടെ സ്ഥിരം മിസ് ഗ്രാമർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കാണ് GRAM MER എന്നുള്ളത്. ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് വിൽ സ്റ്റിൽ വി ഡു കമ്മിറ്റ് മിസ്റ്റേക്സ്. സോ നിങ്ങൾ ഇനി മുതലെങ്കിലും ഗ്രാമറിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എല്ലാ ദിവസവും ഈ ഒരു ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ കാണുന്നതാണ്. പ്ലസ് റീഡിംഗ് ഓൾസോ ഹെൽപ്സ് us think more creatively and understand different cultures and ideas. Then in exams, knowing how to read well is really important. It helps us understand questions better and find the right answers. Plus, when we read more, we can write better essays and express our thoughts more clearly. I think it's great that your newspaper is talking about how reading can help us learn English. It's something every student should know because reading is not just for fun. It's also a superpower that can help us succeed in school and beyond. Thank you for sharing such an important message. So, എങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത്? First introduction, why are you writing this letter? Because you came across a particular article which entitled like reading empowers the learning of English and you are a student. It really helped you a lot. അതുകൊണ്ട് ഒരു താങ്ക്സ് ഗിവിംഗ് ലെറ്റർ പോലെയാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ യു ഗേവ് എൻ ഐഡിയ അബൌട്ട് വൈ യു ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ. സെക്കൻഡിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദ ലെറ്റർ ആണ് കാണാനായിട്ട് സാധിക്കുക. ബിക്കോസ് യു കെയിം ടു നോ അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് റീഡിങ് ആൻഡ് ഇഫ് യു ആൻഡ് when he or she started following this techniques, how it helped them എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി ആസ് എ സ്റ്റുഡൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നൽകിയത് കൊണ്ട് ഹൗ it acted like an advantage, added advantage ആയിട്ട് എങ്ങനെ it acted in their life എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. Then thank you for sharing such an important message പറഞ്ഞിട്ട് വളരെ കൈൻഡ് ആയിട്ട് ആ ഒരു ലെറ്റർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Then sincerely yours name പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫോമൽ ലെറ്ററിൻ്റെ സ്റ്റൈല് കംപ്ലീറ്റ് ആയി. ഓക്കെ, യെസ്, മെസ്സേജസ് വരുന്നുണ്ടോ? എന്താണ് മാം ഹിന്ദി ക്ലാസ്? ഞാനാണ് കൃത്തിക്, അക്കൗണ്ട് മാറിയതാ, ഫോണിൽ ചാർജ് തീർന്നു പോയി. ഓക്കെ കൃത്തിക്. അപ്പോൾ കൃത്തിക് ആണോ ജിഷ്ണു ആണോ? വാട്ട്സ് യുവർ റിയൽ നെയിം? അതും കൂടെ ഒന്ന് പറഞ്ഞേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോയം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. പക്ഷെ ചിലപ്പോൾ there are chances like നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പോയം തന്നിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പോയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. ഇവിടെ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് പോയമാണ് തന്നിട്ടുള്ളത്, വിച്ച് ഇസ് റിട്ടൺ ബൈ വില്യം ബ്ലേക്ക്. ദ സൺ ഡിസെൻഡിങ് ഇൻ ദ വെസ്റ്റ്, ദ ഈവനിങ് സ്റ്റാർ ഡസ് ഷൈൻ, ദ ബേർഡ്സ് ആർ സൈലന്റ് ഇൻ ദിയർ നെസ്റ്റ് ആൻഡ് ഐ മസ്റ്റ് സീക്ക് ഫോർ മൈൻ, ദ മൂൺ ലൈക്ക് എ ഫ്ലവർ ഇൻ ഹെവൻസ് ഹൈ ബവർ വിത്ത് സൈലന്റ് ഡിലൈറ്റ്സ് ആൻഡ് സ്മൈൽസ് ഓൺ നൈറ്റ്. സോ ഇവിടെ നൈറ്റിനെ കുറിച്ചുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെപ്പിക്ഷൻ ഓഫ് പോയം ആണ് കാണാനായിട്ട് സാധിക്കുക. Farewell green fields and happy groves where flocks have took delight, where lambs have nibbled, silent moves the feet of angels bright, unseen they pour blessing and joy without ceasing on each bud and blossom and each sleeping bosom. They look in every thoughtless nest, their birds are covered warm, they visit caves of every beast to keep them all from harm. If they see any weeping that should have been sleeping, they put sleep on their head and sit down by their bed. So ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്യൂട്ടിഫുൾ ഡെപ്പിക്ഷൻ ഓഫ് നൈറ്റ് തരുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഹൗ ദ നേച്ചർ ആക്ട്സ്, ഹൗ ഇറ്റ് ആക്ട്സ് ആസ് എ റിലീഫ് ഫോർ ഓൾ ഓഫ് us തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി? ആദ്യം പോയം. ഇഫ് യു നോ സംതിങ് അബൌട്ട് ദ പോയറ്റ്, അത് എഴുതുക. അറിയില്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതാൻ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഇതേപോലുള്ള ഒരാളുടെ പോയം ലൈക്ക് സെയിം പോയറ്റിൻ്റെ വേറെ പോയം വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പോയറ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിന് അറിയുന്ന കാര്യങ്ങൾ എഴുതുക കേട്ടോ. എത്രയും ഉള്ള കാര്യങ്ങൾ. എബിൻ, ജിഷ്ണു, കൃതികാണല്ലേ? ഓക്കെ, ഒരുപാട് പേര് പുതിയതായിട്ട് കയറുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. 7 o'clock കേട്ടോ. 7 o'clock നാലെ 6:30 നമുക്ക് ഇത് മാരത്തോണും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നാളത്തെ ടൈം മറന്നു പോകാതിരിക്കുക.
ഇവിടെ the poem Night talks about two different places, earth where nature is wild and heaven where there is peace. In the first part it is evening and everything is getting quiet. Night is seen as peaceful because the moon is shining and making everything calm. Beautiful depiction of night and nature എന്നുള്ളത് ഞാൻ already discuss ചെയ്തു. In the next part, angels come to earth where lamps used to be blessing everything around them. They check on animals and birds, making sure they are safe and giving them rest when they are sad. But sometimes predators like wolves and tigers cause trouble despite the angels' efforts. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റിലേക്ക് ഏഞ്ചൽസ് വരുന്നതും ഇത്രയും പീസ്ഫുൾ ആയിട്ടാണെങ്കിലും ഹൗ സംടൈംസ് ദിസ് ട്രബിൾസ് ഹാപ്പൺ എന്നുള്ള കാര്യങ്ങൾ ലൈക്ക് രാത്രിയിൽ ഇതുപോലുള്ള ടൈഗേഴ്സ് ഒക്കെ വരുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ചാണ്, ആ ഒരു ഷിഫ്റ്റ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ നൈറ്റാണ് മാറുന്നത്, കുറച്ച് ട്രിഗർ തരുന്ന ഒരു നൈറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വെൻ predators attack the animals they catch go to heaven where things are different. There even the lion is not a predator anymore. Instead it cares for the weak and worships God. So ആ ഒരു നൈറ്റിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഡെപ്പിക്ഷൻ, അതേപോലെ നേച്ചറിൻ്റെ ഒരു സ്റ്റൈൽ, നേച്ചറിൽ തന്നെ എന്താണ് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് മീക്ക് ആയിട്ടുള്ള ആനിമൽസും ട്രിഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് വരുന്നതും ആൻഡ് ഹൗ ദിസ് ഏഞ്ചൽസ് ബ്ലെസ്സസ്, പിന്നെ വീക്ക് ആയിട്ടുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് ദേ സ്പെൻഡ് ടൈം, ദേ ഡു ബ്ലെസ്സസ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയാണുള്ളത്. ആൻഡ് ഹൗ ഇറ്റ് എൻഡ്സ്, ദ പോയം ഹാസ് 3 parts, each with 8 lines and it rhymes nicely. It talks about peace and how angels bring comfort to those who are suffering. So ആദ്യം ആരാണ് പോയറ്റ്, ഏതാണ് പോയം, ആരാണ് പോയറ്റ് എന്നുള്ള കാര്യം അറിയാം. ഇഫ് യു നോ അഡീഷണൽ പോയറ്റ്സ് അബൌട്ട് ദ പോയിന്റ്സ് അബൌട്ട് ദ പോയറ്റ്, യു ഹാവ് ടു റൈറ്റ് ദോസ് തിങ്സ് ടു. ദെൻ വാട്ട് ദിസ് പോയം ഇസ്, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം, ആൻഡ് ക്രിട്ടിക്കലി നിങ്ങൾക്കത് എക്സാമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ദിസ് പോയറ്റിക് ഡിവൈസസ്. ചിലതിൽ വളരെ സിമ്പിളായിട്ടുള്ള പോയായിരിക്കും, പക്ഷേ സിമിലി ഉണ്ടാകും, മെറ്റഫർ ഉണ്ടാകും, പോയറ്റിക് ഡിവൈസസ് ഉണ്ടാകും. അതൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് റൈമിംഗ് ലൈൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ നോക്കിക്കേ, വെസ്റ്റ്, നെസ്റ്റ്, shine, my flower, bower, delight, night, grows, അതായത് then blessing, blossom, bosom, then nest, beast, warm, harm, ഹെഡ്, ബെഡ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതേപോലുള്ള റൈംസ് വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും എന്താണ്, റൈംസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ സിമിലി, മെറ്റഫർ ഉണ്ടോ തുടങ്ങിയ പോയറ്റിക് ഡിവൈസസ് ഉണ്ടോ എന്ന് നോക്കുക. ദെൻ ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് യു, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെങ്ങനെ നിങ്ങളെ ഇൻസ്പയർ ചെയ്തു. ദെൻ വാസ് ഇറ്റ് സിമ്പിൾ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി പോയം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഫോർ ദി പോയം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ പോയം വെൽ, നിങ്ങൾക്കറിയാമെങ്കിൽ മാത്രം. ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിനേഷനിൽ ഉണ്ടാക്കരുത്, മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം എഴുതുക. ഇതുപോലെ അറിയാത്ത ക്വസ്റ്റ്യൻ, അറിയാത്ത ഒരു പോയം തരും, പക്ഷെ സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പോയം വെച്ചിട്ട് സിമിലർ ആയിട്ടുള്ളൊരു പോയം തന്നിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലും ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 2 രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. Then choose the correct cohesive devices from the box given to complete the sentences. When I was young, we were living in Chennai. Our flat was tiny. Dash, we managed to live there for 5 years. When I was 8 years old, I stopped taking guitar lessons and I took up the piano. A year later, my brother also stopped learning the guitar and joined me. So what do you mean by cohesive device? 2 സെൻറ്റൻസിനെ കമ്പയർ ചെയ്തിട്ട് 2ൻ്റെ ഐഡിയാസും കമ്പയർ ചെയ്ത് ഒരു ലിങ്കിങ് വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് cohesive device അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ when I was young, we were living in Chennai and our flat was tiny. However, നമ്മുടെ ചെന്നൈയിലായിരുന്നു, അവിടുത്തെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞായിരുന്നെങ്കിലും അല്ലേ. However, we managed to live there for 5 years. എന്നിരുന്നാലും കുഞ്ഞായിരുന്നെങ്കിലും 5 വർഷം നമ്മൾ അവിടെ താമസിക്കാനായിട്ട് മാനേജ് ചെയ്തു. When I was 8 years old, I stopped taking guitar lessons and I took up the piano. So ഞാൻ 8 വയസ്സായപ്പോഴത്തേക്ക് എന്താണ്, ഞാൻ ഗിറ്റാർ ലെസൺസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഇൻസ്റ്റഡ് അല്ലേ, അതിന് പകരം I took up the piano class and likewise a year later my brother also stopped learning the guitar and joined me. അതേപോലെ ഞാൻ എങ്ങനെയാണോ ആ ഒരു പിയാനോ ക്ലാസ്, ഗിറ്റാർ ക്ലാസ് കംപ്ലീറ്റ് നിർത്തിയിട്ട് പിയാനോ ക്ലാസ്സിലേക്ക് മാറിയത്, ലൈക്ക്വൈസ് അതേപോലെ തന്നെ my brother also stopped his piano class അല്ലേ, മാറിയിട്ട് അടുത്ത ഗിറ്റാർ ക്ലാസ് കഴിഞ്ഞിട്ട് പിയാനോ ക്ലാസ്സിലേക്ക് മാറി. സോ what do you mean by cohesive devices? 2 സെൻറ്റൻസിനെ യോജിപ്പിക്കാനായിട്ട് അവരുടെ ആ ഒരു മീനിങ് കണക്ട് ചെയ്തിട്ട് ലിങ്ക് ചെയ്യുന്ന വേർഡ്സിനെയാണ് ലിങ്കിങ് വേർഡ്സ് ഓഫ് കോഹസീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. മോർ ഓവർ, സിമിലർലി, ഇൻ അഡീഷൻ ടു, ദെയർഫോർ, ഇതുപോലുള്ള വേറെ എക്സാമ്പിൾസും ഉണ്ട്. സോ അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിൽ ആ ഒരു സെൻറ്റൻസ് വായിച്ച് നോക്കുക, ഏതാണ് ആപ്റ്റായിട്ട് വരുന്നതെന്ന് നോക്കുക, ആൻഡ് അവിടെ മീനിങ് കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഓക്കെ, യെസ്.
Then correct the following sentences. 3/5 of the money have already been spent. ഇവിടെ ഹാസിൻ്റെയും ഹാവിൻ്റെയും യൂസേജ് ആണ് വരുന്നത്. ഡസ്, ഡു, ഹാസ്, ഹാവ്, ഇസ്, ആർ, വേഴ്സ്, വെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹാസും ഹാവും എങ്ങനെയാണ്? പിന്നെ പറയട്ടെ, ഐ, യു, വി, ദേ പ്ലസ് പ്ലൂറൽ നൗൺസിനാണ് ഡു, ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ നൗൺസിനാണ് ഡസ്, ഇറ്റ് ഒക്കെ എന്താണ് ഡസ്, ഹാസും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ദ 3/5 ഓഫ് മണിയുടെ കാര്യത്തിൽ എപ്പോഴും എന്താണ് സിംഗുലർ യൂസേജ് ആണ് വരിക. ഇപ്പോൾ 1 lakh ആണെങ്കിലും 1000 rupees ആണെങ്കിലും ഒരുപാടുണ്ടെന്ന് കരുതിയിട്ട് പ്ലൂറൽ അല്ല, മണിയുടെ കാര്യമാണോ ദെൻ അത് സിംഗുലർ ആയിരിക്കും. 3/5 ഓഫ് മണി ഹാസ്, okay, has already been spent. Then everyone at the supermarket were looking for the missing child. Was looking, everyone, anyone, one അല്ലേ, ഓരോരുത്തരും എന്ന് പറയുമ്പോഴത്തേക്ക് everyone, anyone എന്നൊക്കെ പറയുമ്പോൾ ആ one എന്നുള്ള രീതിയിൽ ഓർത്തെടുത്തോണം, സിംഗുലർ യൂസേജ് ആയിരിക്കും. So was looking for the missing child. The team manager along with the players are coming to the playground. Team manager along with the players are coming to the playground. ടീം മാനേജർ എന്ന് പറയുമ്പോൾ എന്താണ് സിംഗുലർ യൂസേജ് ആണ്. പ്ലെയേഴ്സിൻ്റെ കൂടെ ആരാണ് വരുന്നത്? ടീം മാനേജർ ആണ് വരുന്നത്. ഇസ് കമ്മിങ് ടു ദ പ്ലേ ഗ്രൗണ്ട്. യെസ്, ഓക്കെ. Then imagine yourself to be a villager at the Fijian village of Namoana. A group of tourists visit Namoana to see the turtle calling. Narrate to them the legend behind the turtle calling. So Namoana village, Fijian legend നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ എന്താണ് നടക്കുന്നത്? ഫ്ലമിംഗോ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇല്ല. അശ്വിൻ, ജിഷ്ണു എല്ലാവരും നല്ല ഫോമിലാണല്ലോ, അതാണ് എനിക്ക് ഓൾറെഡി ഒന്ന് ചിരി വന്നിട്ടുള്ളത്. ഇവിടെ ഫ്ലമിംഗോ ക്വസ്റ്റ്യൻസ് ഇല്ല മോനെ. ഡെറിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇവിടെ ഫ്ലെമിംഗോ ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ +1 +2 സെയിം ഫ്ലാമിംഗോ ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിച്ചത്. ഇവിടെ അതില്ല. നമുക്കിവിടെ നമ്മുടെ കുട്ടികൾക്ക്, എൻ്റെ സ്വന്തം കുട്ടികൾക്ക് മോഡൽ എക്സാം വരികയാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ദം. 12th. ഓക്കെ, യെസ്. Imagine yourself to be a villager at the Fijian village of Namoana. A group of tourists visit Namoana to see the turtle calling. Narrate to them the legend behind the turtle calling. Turtle calling ആയിട്ടുള്ള ഫിജിയൻ ലെജൻഡ് നമ്മൾ പഠിച്ചപ്പോൾ എന്താണ്? ഉറപ്പായിട്ടും ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ്, അല്ലെങ്കിൽ യു ആർ ലോക്കൽ പേഴ്സൺ ഇൻ ദാറ്റ് പ്ലേസ്. സോ ആ ഒരു ഇതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡ് ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ദാറ്റ് പ്ലേസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ എന്താണ് ആ ഒരു ലെജൻഡ് എന്ന് പറയുമ്പം ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ് പറയാനാണ് തന്നിരിക്കുന്നത്. ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് തന്നിട്ടുള്ളത്? ലോങ് എഗോ ഇൻ ദ വില്ലേജ് ഓഫ് നവാന ഓൺ കണ്ടാവ ഐലൻഡ് ദർ ലിവ്ഡ് എ കൈൻഡ് പ്രിൻസസ് നെയിംഡ് ടിനൈക്കോബോഗ ഹു വാസ് മാരീഡ് ടു ദ വില്ലേജ് ചീഫ്. She had a daughter named Rhodalis. The two often went fishing together near their home. One day they ventured farther than usual and were caught by fishermen from the nearby village of Nabulekau. And despite their pleas, the fishermen tied them up and put them in their canoe to take them home. But the sea gods intervened. A fierce storm arose and the canoe was nearly swamped by giant waves. In the chaos, Tineikoboga and Rhodalis transformed into turtles. Fearing for their own lives, the fishermen threw the turtles into the sea. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എനിക്ക് ഈ ലൈവ് കാണാവോ? +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷിൽ ഈ ക്വസ്റ്റ്യൻസ് അല്ലേ വരിക, കാണാട്ടോ. യെസ്. As soon as they were in the water, the storm stopped. Today, the descendants of the two women, now turtles, rise from the bay when the maidens of Namoana sing to them from the cliffs. So, ഇവിടെ നമോന വില്ലേജിൻ്റെ ലെജൻഡ് പറയാനാണ് പറയുന്നത്, വിച്ച് മീൻസ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ്. നമ്മൾ പറഞ്ഞു വരുന്ന ഫോക്ലോർ സ്റ്റോറി ആയിട്ട് പറയുന്ന ലെജൻഡ് എന്താണ്? സോ നമോന വില്ലേജ് കണ്ടാവ ഐലൻഡിൽ ഈ ഒരു ടേർട്ടിൽ കോളിംഗ് വരാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണ്? ടിനൈക്കോബോഗയും റൊഡാലിസും ഫിഷിങ്ങിന് വേണ്ടി പോകുന്നു. ദേ വർ ക്യാപ്ചർഡ് ബൈ ദിസ് ഫിഷർമെൻ ആൻഡ് ടു ഹെൽപ്പ് ദം എന്താണ് സീ ഗോഡസ് വന്നിട്ട് സീ ഗോഡസ് ടേൺ ദിസ് two ladies into turtles and അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ നാട്ടിൽ നിന്നും മെയ്ഡൻസ് വരികയും ടേർട്ടിൽ കോളിംഗ് നടത്തുന്നതും. ആൻഡ് നൗ lot of people from across the world they do come and watch this turtle calling incident അല്ലേ. ഈ കാര്യങ്ങളൊക്കെ പറയുക, ഇങ്ങനെ വേണം എഴുതാനായിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ there can be no room in such മലയാളം ക്ലാസ്സില്ല. ഓക്കെ,
മിസ്സെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമോ പ്ലീസ്? എന്തിനാ മോട്ടിവേറ്റ് ചെയ്യുന്നത്? നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കുകളും അല്ലേ? എന്ത് മോട്ടിവേഷനാണ്? ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണോ അതോ ബാക്കി സബ്ജക്ട്സിൻ്റെ കാര്യത്തിലാണോ? എങ്ങനെ വേണം? ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് ഈ ക്ലാസ് ലൈവൊക്കെ വാച്ച് ചെയ്യുന്ന ആളാണോ? പുതിയ ആളാണെന്ന് തോന്നുന്നു. വാട്ട്സ് യുവർ നെയിം? എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. വാട്ട്സ് യുവർ റിയൽ നെയിം? ലൈവ് കാണാതെ മിസ് ചെയ്യാതെ പോകുന്ന ആൾക്കാണെങ്കിൽ ഇറ്റ്സ് ഈസി ആക്ച്വലി. കാരണം ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ബീങ് എ ഇംഗ്ലീഷ് ടീച്ചർ ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി ഫ്രം ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതാണ്. ചാപ്റ്റർ വൈസ് സമ്മറീസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ, ദെൻ ലെറ്റർ, എല്ലാ രീതിയിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പോരാതെ സ്പെഷ്യൽ ഇഫക്റ്റ് വേണ്ടുന്ന ലോങ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ലൈക്ക് എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പ്രൊഫൈൽ റൈറ്റിംഗ്, ക്യാരക്ടർ സ്കെച്ചിൻ്റെ എല്ലാം മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിലുണ്ട്. അതെല്ലാം കാണുക, എക്സാമിന് മുന്നേ എല്ലാം കാണുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബട്ട് സ്റ്റിൽ എന്താണ് വഴിയുണ്ട്. നാളത്തെ മാരത്തോൺ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നമുക്കെല്ലാം സെറ്റാക്കാം. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ, there can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. This is the India of my dreams. Gandhiji had his own dreams about an ideal India, and then Gandhi came along. As the NSS Volunteer Secretary of your school, you are asked to deliver a speech on Gandhiji's dreams about an ideal India and the role of students in realizing it. Prepare the script of the speech. Or then the Gandhi came. What were the changes that took place in the attitude of the leaders and the people with the arrival of Gandhi? How did it influence the freedom struggles? Write your ideas in the form of a short essay. Gandhi and then Gandhi came ne base ചെയ്തിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എസ്സേ വരാം, സ്പീച്ച് വരാം, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള പറയാം, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഇന്ത്യ എന്നുള്ളൊരു രീതിയിൽ ഗാന്ധിയുടെ ഡ്രീംസ് എന്തായിരുന്നു എന്നുള്ളൊരു രീതിയിൽ ജനറൽ ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗാന്ധിജീസ് ഡ്രീംസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൻഡ് അൺടച്ചബിലിറ്റി അല്ലേ? He fought against discrimination based on caste, believing it was unfair and oppressive. Then eliminate alcohol and drug abuse. He saw how these substances ruined our lives and harmed society. Fight for women's rights. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ഡെവലപ്പ് വേർഷൻ എന്ന് പറയുന്നത് ഈക്വൽ റൈറ്റ്സ് ഫോർ മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്നതാണ്. സോ ഫൈറ്റ്സ് ഫോർ വിമൻസ് റൈറ്റ് എന്ന് പറയുന്നതും ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലുള്ള ഇന്ത്യയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഗാന്ധി അഡ്വക്കേറ്റഡ് ഫോർ ഇക്വാലിറ്റി and fair treatment of women, opposing practice like sati and female infanticide, envisioned a free and enlightened India. He dreamed of a nation where liberty, equality and fraternity prevail for all citizens. Ade Gandhide impact parayanengilo, after World War I, Indians hoped for progress but faced repression and poverty instead. Gandhi's arrival brought hope and change to millions. He inspired people to peacefully resist foreign rule and fight social injustice. Gandhi's goals included freedom, national unity and ending untouchability. Under his leadership, Indians became determined to end foreign domination and make sacrifices for freedom. So Gandhi and then Gandhi came based questions വരികയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഗാന്ധിസ് ഇമ്പാക്ട് ഓൺ ഇന്ത്യ. അതായത് ഗാന്ധി വന്നതിന് ശേഷം നമ്മുടെ ഈവൻ ആഫ്റ്റർ ഫ്രീഡം മൂവ്മെൻറ്റ് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്, അതിന് ഗാന്ധി എങ്ങനെ ഒരു റോൾ മോഡലായി എന്നുള്ള കാര്യങ്ങളും ആൻഡ് ഓൾസോ ഹിസ് ഡ്രീംസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അത് റെഫർ ചെയ്തിട്ട് പോവാം. ഓക്കെ, then complete the passage meaningfully using the right form of the words given in the bracket. Sweet dish dashed with snow and ice in ancient times. So ancient times എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് മനസ്സിലാക്കണം? പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. സ്വീറ്റ് ഡിഷസ് കൂളിൻ്റെ ഇത് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് വരുമ്പോഴത്തേക്ക് കൂൾഡ് ആണ് വരിക. ബട്ട് എന്താണ്? ഡിഷസ് ആണ് അല്ലേ? സോ ദേ were cooled with snow and ice in ancient times. These were enjoyed. These എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം ആണ് വരിക. This was enjoyed പറയാം, പക്ഷേ these were enjoyed by the rich and powerful such as Alexander the Great, the Egyptian pharaohs and the Emperor Nero. However, real ice cream made with fresh cream or milk was produced for the first time in the 1630s by Gerald Tizane, the French chef of the British King Charles I. Today, excellent ice creams is made all over the world. So ഇതാണ് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എഡിറ്റിങ്ങിന് ഒരു ഫോമാ ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഏതൊക്കെ രീതിയിലാണ്? ഗ്രാമർ,
പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ verb ഫോമാറ്റിൽ മാറ്റം വരുന്നത് ബി ആണെങ്കിൽ, ബി ഫോം ആണെങ്കിൽ ഇറഗുലർ ആണ്. ഇസ്, യു, was, were, be, being തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ബി ഫോമാറ്റിൽ എഴുതുകയാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് നോക്കുക. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. സോ എല്ലാ ക്ലാസ്സും മറക്കാതെ കാണുക. ഇതൊന്നും പറ്റാത്തവർക്ക് നാളെ ഫുൾ ഫ്ലാഷ് ഫോമിൽ എന്ത് വരുന്നുണ്ട്, മാരത്തോൺ വരുന്നുണ്ട്. എല്ലാവരും ക്ലാസ് മിസ് ചെയ്യാതെ കാണുക. സോ ഓരോ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി ആയിട്ടും അതേപോലെ തന്നെ അതിൽ നിന്നൊക്കെ വരാനുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസും അതിനും അപ്പുറമായിട്ട് ഉറപ്പായിട്ട് വരാൻ പോകുന്നതും ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. As the name itself suggests, it's really going to be a marathon for all of us, English marathon. So ജിഷ്ണു, എബിൻ എല്ലാവരും നാളെ വരിക കേട്ടോ. നാളെ നമുക്ക് സെറ്റാക്കാം, നമുക്ക് എക്സാം പൊളിക്കാം. ഓക്കെ, ദെൻ താങ്ക് യു ഗൈസ്, ബൈ.